ബീജിങ്ങിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തായിട്ട് വരുന്ന ഒരു വളരെ അതിപ്രശസ്തമായ അതിപുരാതനമായ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൻ്റെ രൂപം ഒരു പ്രത്യേക രീതിയിലാണ്. ഏതാണ്ട് കുറച്ച് വളരെ വലിയ വൃത്താകാരത്തിലുള്ള ഈ ചെമ്പൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ബിരിയാണി ചെമ്പൊക്കെ എന്ന് പറയുന്ന പോലുള്ള സാധനങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നത് പോലെ ഇരിക്കുക. മേലോട്ട് ചെല്ലുമ്പോൾ അതിൻ്റെ വലിപ്പം കുറയും, താഴോട്ട് അത്ര വലിയ വിസ്താരത്തിലുള്ളതാണ്. വലിയൊരു കൂറ്റൻ സ്ട്രക്ചറാണത്. അതിനകത്ത് പ്രവേശനമില്ല. നമുക്കതിൻ്റെ മുറ്റത്തും അതിൻ്റെ വരാന്ത പോലുള്ള ഭാഗമുണ്ട് ഫ്രണ്ടിൽ, അവിടെയൊക്കെ പോയി നിൽക്കാൻ പറ്റും. മുഴുവൻ ഈ കല്ലുകൾ പാകിയേക്കാണ്. അവിടെ ചെന്ന് കയറാനാണെന്നുണ്ടെങ്കിൽ ആദ്യം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ആദ്യം അങ്ങോട്ട് ചെല്ലുക, ക്യൂ നിൽക്കുക, പിന്നെ ഓരോ ബാച്ചായിട്ട് കയറ്റി വിടും അവർ. അങ്ങോട്ട് കയറ്റി വിടുമ്പോൾ നമ്മൾ കുറേ കയറ്റം കയറി വേണം ഇങ്ങനെ പോകാൻ. അതിങ്ങനെ യഥാർത്ഥത്തിൽ ഈ വീൽ ചെയറിൽ വരുന്നവർക്ക് വരെ പോലും കൊണ്ടുപോകത്തക്കൊണ്ടുള്ള രീതിയിലാണത് ആ വഴി കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ പോയി ഗൈഡുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അവിടെ ചെന്ന് ഈ ടെമ്പിളിൻ്റെ ആദ്യം ഒരു വിശാലമായ മുറ്റത്താണ് ചെല്ലുന്നത്. അവിടെ ഭയങ്കര തിരക്കാണ്. വേറെ ഒരുപാട് കെട്ടിടങ്ങളുണ്ട് അതിൻ്റെ അടുത്ത്. വലിയ വലിയ സ്ട്രക്ചേഴ്സ് ഉണ്ട്. നമ്മൾ കയറുമ്പോൾ ആ ലെഫ്റ്റ് സൈഡിലും അതുപോലെ അതിൻ്റെ ബാക്കിലായിട്ടും ഒക്കെ ഒരു വലിയ കെട്ടിടങ്ങളാണ്. ആ കെട്ടിടത്തിൻ്റെ അതിൻ്റെ ഈ നമ്മളതിന് ചെറുതിണ്ണ പോലെ ഉള്ള ഭാഗങ്ങളുണ്ട് അതിൻ്റെ. പക്ഷേ അതിലൊന്ന് കയറി ഇരിക്കാമെന്ന് വിചാരിച്ചാൽ ചുമ്മാ ഇരിക്കാനേ വെക്കൂ. ഈ ചെറുതിണ്ണയുടെ ഉയരം എത്രയെന്നറിയുമോ? ഒരു 10 അടിയോളം വരും ഉയരം. ഒരാളെ എടുത്ത് കയറ്റിയാൽ പോലും നമുക്ക് അവിടെ കയറാൻ ഒക്കത്തില്ല. ആ രീതിയിലാണ്. കുറേ പേര് അവിടെ ഇരുന്ന് വിശ്രമിക്കുകയും അവിടെ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിലെ കൂടെ ഇങ്ങനെ ഇഷ്ടംമാതിരി ആളുകൾ നടക്കുകയാണ്. ഈ ടെമ്പിൾ എന്ന് പറയുന്നത്, ഈ ടെമ്പിളിനെ അറിയുന്നത് ടെമ്പിൾ ഓഫ് ഹെവൻ എന്നാണ്. എന്താണ് ഇതിൻ്റെ ഈ ഹെവൻ എന്നുള്ളത്, ടെമ്പിൾ ഓഫ് ഹെവൻ എന്നതിന് പേര് വരാൻ കാരണം, അതായത് ആദ്യം ഇത് മിങ് രാജവംശക്കാരാണ് ഈ ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്തത്. അവരിത് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരുടെ വിശ്വാസം എന്ന് പറയുന്നത്, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ദൈവമായിട്ട് വളരെ അടുപ്പമുണ്ടാവും, ഏത് കാര്യവും ദൈവം സാധിച്ചു തരും ആയിരുന്നു അവരുടെ വിശ്വാസം. അവരത് വലിയ കൃഷി, അതായത് വിളവെടുപ്പിനും ഈ കൃഷിക്കും ഒക്കെ വളരെ നേട്ടം ഉണ്ടാകാനും, അതുപോലെ തന്നെ കാലാവസ്ഥ, മഴയൊക്കെ കിട്ടേണ്ട, വെള്ളം, ഇതൊക്കെ കിട്ടാൻ വേണ്ടി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ എല്ലാം നടക്കും എന്നുള്ളതാണ് അവരുടെയൊക്കെ വിശ്വാസം. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ആദ്യം ഒരു ഗ്രൗണ്ടിലോട്ട് ചെന്ന് കയറും. ആ ഗ്രൗണ്ടിൽ നിന്ന് കുറേയേറെ പടികൾ കയറിയിട്ട് അടുത്ത ഒരു സ്റ്റെപ്പ് ഇതിൽ നമ്മൾ ചെല്ലും. അതിങ്ങനെ റൗണ്ടായിട്ട് ഇതിന് പോകുന്നതാണ്. അവിടുന്ന് വീണ്ടും സ്റ്റെപ്സ് കയറി വേണം നമുക്ക് ഈ അമ്പലത്തിൻ്റെ, അതായത് ഈ ക്ഷേത്രത്തിൻ്റെ നേരെ ഫ്രണ്ടിൽ ഉള്ള ഭാഗത്ത് ചെല്ലാൻ. അവിടെ ചെന്നപ്പോൾ ഇതിനകത്തൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തറയിൽ പാറ നിരത്തിയ അണ്ണീമനാണ്, നിരപ്പൊന്നുമില്ല, പഴയ സ്ട്രക്ചറാണ്. അതുകൊണ്ടാണ് അതുപോലെ ആൻറ്റിക് പ്രോപ്പർട്ടി അതുപോലെ കീപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ നിരപ്പില്ലാത്തതുകൊണ്ട് എന്താണെന്ന് പറയുക, അവിടെ മഴ തലേന്ന് പെയ്ത മഴയുടെ വെള്ളമെല്ലാം കെട്ടി, ചെടിവെള്ളമൊക്കെ കെട്ടി കിടക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ എന്തായാലും ആ ചെടിക്ക് അതിനകത്തോടെ കയറി അമ്പലത്തിനകത്ത് കയറണം എന്നെനിക്ക് തോന്നിയില്ല. അതിൻ്റെ കയറിയാൽ അതിൻ്റെ വരാന്ത വരെ കയറാൻ പറ്റും. അവിടെ നിന്നോട്ട് ഒളിച്ച് അകത്തോട്ടൊക്കെ നോക്കണം, ഇതേ ഉള്ളൂ. അല്ലാതെ അകത്തൊന്നും പ്രവേശനമില്ല. അപ്പോൾ അവിടെ എന്തുമാത്രം ആൾക്കാരാണ്. ഒരു പരുവത്തിന് അവിടെ വരെ കയറിയപ്പോഴത്തേക്ക് തളർന്നു പോയി എന്നുള്ളതാണ്. കാരണം ഒരുപാട് ആദ്യം നടക്കണം. ഏതാണ്ട് 1 കിലോമീറ്ററോളം നമ്മൾ ബസ് ഇറങ്ങി പാർക്കിംഗ് ഏരിയയിൽ നിന്ന് നടന്ന് വേണം ഈ മുറ്റത്ത് വരാൻ. ഈ മുറ്റത്തുനിന്ന് പിന്നെ ഇതുപോലെ ഇത്രയും പടികൾ കയറി വേണം അവിടെ ചെല്ലാൻ. ഈ പടികളൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല അളവാണ്, അതാണ് പ്രശ്നം. അപ്പം നമുക്ക് ഈ സ്റ്റെപ്സ് നമ്മൾ കയറുമ്പോൾ എപ്പോഴും ചിലർ വീട് വെക്കുമ്പം അത് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ഈ സ്റ്റെപ്സിന് ഒരേ അകലമായിരിക്കണം, അളവ്. ഇല്ലെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇവിടെ ഈ സ്റ്റെപ്സ് തോന്നിവാസം പോലാണ്. ചിലതിന് വലിയ ഉയരമുണ്ട്, ചിലതിന് അത്ര ഉയരമില്ല. അപ്പോൾ അത് കയറാനും ഇറങ്ങാനും വളരെ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകൾക്ക്. അപ്പം ഏതായാലും അതിൻ്റെ ടെമ്പിൾ ഓഫ് ഹെവൻ്റെ അവിടെ ചെന്ന് അതിൻ്റെ ചുറ്റുമൊക്കെ നടന്നു, അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു, കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നേരെ ഞങ്ങൾ അപ്പുറത്തൂടെ വന്ന് അങ്ങ് മറുവശത്തിറങ്ങി
മറുവശത്ത് ഇറങ്ങി കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ഇതിൻ്റെ ആദ്യം ഞാൻ പറഞ്ഞില്ല ലെഫ്റ്റ് സൈഡിൽ കെട്ടിടം ഉണ്ടെന്ന്, അതിനടുത്ത് വരെ ഞങ്ങൾ എത്തിക്കഴിഞ്ഞപ്പം വളരെ സുന്ദരമായൊരു കാഴ്ച ഉണ്ട് കേട്ടോ. ഈ പെൺകുട്ടികൾ, നല്ല സുന്ദരികളായ പെൺകുട്ടികൾ ഈ രണ്ട് പേരായിട്ട് ഒരുങ്ങി വളരെ ഒരു പ്രത്യേക വസ്ത്രമാണ് യൂസ് ചെയ്യുന്നത്. അവർ ഒരുങ്ങി നിൽക്കുക, മോഡലുകളായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. കളർഫുള്ളായിട്ടുള്ള വസ്ത്രമാണ് അവർ ഉപയോഗിച്ചേക്കുന്നത്. തലയിൽ തൊപ്പിയൊക്കെ വെച്ച് വളരെ ഒരു സ്റ്റൈലായിട്ടാണ് അവർ ഒരുങ്ങി നിൽക്കുന്നത്. അപ്പോൾ അവർ ഏതോ ഇതിൻ്റെ പ്രൊമോഷന് വേണ്ടി ഞാൻ അന്വേഷിച്ചപ്പം മനസ്സിലായത്, ആ ഗൈഡ് പറഞ്ഞു തന്നത് അയാൾക്ക് ഇതിനെക്കുറിച്ച് ശരിയായിട്ട് പറയാൻ അറിഞ്ഞുകൊണ്ട് അവിടുത്തെ ടൂറിസം ഡെവലപ്മെൻറ്റ് പ്രൊമോഷന് വേണ്ടി ആണ് ഇവർ ഉള്ളതെന്നാണ്. അപ്പോൾ ഇവരെ കൂടെ അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ സമ്മതിച്ചെന്നിരിക്കും. ഞാനങ്ങനെ റിക്വസ്റ്റ് ചെയ്യാനൊന്നും പോയില്ല. ഇവരുടെ 2 പേരുടെ ഫോട്ടോ ഞാൻ എടുത്തു. ഏതായാലും അത് അവരുടെ ചോദിക്കാതെയും കാണാതെയും പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് ഫോട്ടോ എടുത്തതാണ്. അത് നിങ്ങളെയൊക്കെ കാണിക്കാം. വേറെ ഇത് ഈ 2 പേരല്ല, ഏതാണ്ടൊരു 10-30 ഇതുപോലെ യുവതികളെ ഞാൻ അവിടെ കണ്ടു, ഇതേപോലെ ഒരുങ്ങി നിൽക്കുന്നത് പല ഭാഗങ്ങളിലായിട്ട്. അപ്പോൾ അവർ നിൽക്കുന്ന, അവരിങ്ങനെ ചിരിച്ച് വളരെ ഉല്ലസിച്ച് ചിരിച്ച് സംസാരിച്ച് പോവുകയാണ്. കുറേ പേര് വീണ്ടും ഒരുങ്ങി താഴേന്ന് മേലോട്ട് വരുന്നുണ്ട് കയറി. ഇത്രയും ദൂരം നടന്ന് കയറി വരണം. എല്ലാം ഈ 2 പേരാണ് ഈ നടക്കുന്നത്. അതെന്താ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ് അത് കണ്ടത് അവിടെ. അപ്പം ടെമ്പിൾ ഓഫ് ഹെവനിൽ പോയി. എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും തോന്നിയില്ല, അതുകൊണ്ട് ഞാനൊന്നും പ്രാർത്ഥിച്ചില്ല. ബാക്കി കൂടുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇറങ്ങി വന്നിട്ട് ഇതേപോലെ ആ വിശാലമായ മുറ്റത്ത് വന്ന് അവിടെ കുറേ നേരം റെസ്റ്റ് ചെയ്യണം. കാരണം ഇനി ഇറങ്ങിപ്പോണ്ടേ. ബാക്കി ഇതുപോലെ ചുമ്മാ ഈ കൂടെ വരുന്നവർ ഒരു കാര്യമില്ലെങ്കിലും അലഞ്ഞിരിഞ്ഞങ്ങ് നടക്കും ചിലർ. അത് കാരണം ഇത്ര സമയം അവിടെ ഉണ്ട്, അത്രയും സമയം അവിടെ ചിലവാക്കണമല്ലോ. അത് കാരണം അവിടെ ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടിയിരുന്നു. അതിൻ്റെ ഇടയിൽ എല്ലാവരും ഗ്രൂപ്പായിട്ട് ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞു. കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഫോട്ടോ എടുത്തപ്പോൾ അതിനകത്ത് ഒരു രസകരമായ സംഭവം ഉണ്ടായത്, അവിടെ ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് ഉണ്ടല്ലോ മലയാളികൾ, ഇത് കണ്ടപ്പോൾ ഏതൊരു ഫോറിനറാണ്, അതായത് എനിക്ക് തോന്നിയത് അമേരിക്കന്നോ മറ്റോ വന്നതാണ് ഒരു പെൺകുട്ടി. അതിന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കണം. അത് ഇതിൻ്റെ മുമ്പിൽ വന്ന് കയറി ഇരുന്ന് അന്തസ്സായിട്ട് ഈ ഫോട്ടോ ഒക്കെ എടുത്ത് വളരെ ആസ്വദിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയി. അതിൻ്റെ കൂടെ വന്ന ആളുകൾ ഇരിക്കുന്ന ഫോട്ടോയും ഒക്കെ എടുക്കുന്നുണ്ട്. ഏതായാലും ടെമ്പിൾ ഓഫ് ഹെവൻ അതൊരു നല്ലൊരു സ്ട്രക്ചർ, നല്ലൊരു കാഴ്ചയായിരുന്നു. അത് കണ്ടു ഞങ്ങൾ ഇറങ്ങി. കാരണം ഇനി പിറ്റേന്നത് ഞങ്ങൾക്ക് വളരെ 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 വലിയ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് പിറ്റേന്ന്. ഏതായാലും അന്ന് ഇത് മുഴുവൻ കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങി. പിറ്റേന്ന് ഞങ്ങൾ പോകേണ്ടത് ചൈനയുടെ വൻമതിൽ, അതായത് ലോകത്തെ അത്ഭുതങ്ങളിലൊന്നായിട്ടുള്ള ചൈനയുടെ വൻമതിൽ കാണാനാണ് ഞങ്ങൾ പിന്നെ പോകുന്നത്. അത് കാരണം ഞങ്ങൾ ഇറങ്ങി.